ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 400 ml മിൽക്കാണ്. അപ്പോൾ ഈ മിൽക്കിൽ നിന്ന് ഒരല്പം എടുത്തൊന്ന് മാറ്റി വെക്കാം. നമ്മളിത് മുഴുവനും കൂടി പാത്രത്തിലേക്ക് ഒഴിക്കേണ്ട, ഇത് ബാക്കിയുള്ളത് പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഈ കോൺഫ്ലോറിലേക്ക് ഈ എടുത്ത് വെച്ചിരുന്ന ഈ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് മാറ്റി വെക്കാം. കാരണം നമ്മൾ ഈ പൊടി നേരിട്ട് പാലിലേക്ക് ചൂടായ പാലിലേക്ക് ചേർക്കുമ്പോഴേക്കും അതങ്ങ് കട്ടയായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ കലക്കിയിട്ട് ഒഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലെ ഇത് കന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഈ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കൂടി നന്നായിട്ട് തിളച്ചോട്ടെ. അപ്പോൾ ആ പാലാണെങ്കിലും ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നൊരു ഇതിലായിട്ട് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കൂടുതലൊന്ന് നമ്മൾ വേറൊരു ഈ സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുറുകി വരും. അപ്പോൾ നമ്മൾ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. 2-3 മിനിറ്റ് കൂടി ഇളക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും ഇത് കൂടുതൽ അങ്ങ് തിക്കായി വരും. ആ മിൽക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ടോ ക്യാഷ്യൂനട്ടോ ആൽമണ്ടോ അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ആൽമണ്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കട്ട് ചെയ്ത ആൽമണ്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ആറി വരണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്ന് അതിനുശേഷം ആറി കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ 5 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ പുഡിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണിത്. നമ്മൾ കത്തിയൊക്കെ തൊടുമ്പോഴത്തേക്കും അതങ്ങ് അലുത്ത് പോകുന്ന രീതിക്കുള്ള അത്രയും സോഫ്റ്റാണ്. കാരണം മിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ അത് മാത്രം സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ടിങ്ങിനായിട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോക്കനട്ട് കൂടി ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ ഇതിൻ്റെ ഈ 3 സൈഡും ഒന്ന് കോക്കനട്ടിലൊന്ന് മുക്കിയെടുത്ത് വെക്കാം. മോൾ ഭാഗത്ത് ഞാൻ കോക്കനട്ട് ചേർക്കുന്നില്ല. ബാക്കിയുള്ള 3 സൈഡിലും ഒന്ന് കോക്കനട്ടിൽ മുക്കി കോട്ടിങ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഡോൺ ഓടി വന്ന് ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ മേളിൽ അവർക്ക് ചോക്ലേറ്റ് സിറപ്പ് വേണമെന്ന് പറഞ്ഞ് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ചോക്ലേറ്റ് സിറപ്പിൻ്റെ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.